അല്ല അറിയാം കണ്ടായിരുന്നു. നെഗറ്റീവ് റോൾ ആയതുകൊണ്ട് അത് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ ഇതില് ഫസ്റ്റ് പളങ്ക് ചെയ്തപ്പോഴായിരുന്നു മീൻസ് ആന്റിമാരൊക്കെ വന്നിട്ട് പറയും ഒരെണ്ണം തരാനിരിക്കുമായിരുന്നു എന്ന് പറയും. അതിനർത്ഥം നമ്മുടെ ക്യാരക്ടർ അവരിൽ എത്തി എന്നുള്ളതാണ്. ഇതില് പക്ഷെ അത്രയ്ക്ക് നെഗറ്റീവ് അല്ല, ജീവിക്കാൻ വേണ്ടി നെഗറ്റീവ് ആയതാ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ പിന്നെ അടിപൊളിയല്ലേ. നിങ്ങൾ കാണാറില്ലേ? ഞാൻ കാണാറുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. എങ്ങനെ സീരിയൽ എത്തിപ്പെട്ടു? അങ്ങനെ സീരിയലില് കൊറിയോഗ്രാഫിക്ക് പോയതാ. മീൻസ് ഞാൻ പ്രൊഫഷണൽ ഒരു ഡാൻസറാണ്. അപ്പൊ ഞാൻ എന്റെ കൊറിയോഗ്രാഫിക്ക് ഡാൻസ് കണ്ടായിരുന്നു കല്യാണത്തിന്. അത് പെട്ടെന്ന് കയറിയിട്ട് ചെയ്തതാ. നല്ല ഡാൻസ് ആയിരുന്നു. അതാണ് എന്റെ ബോഡി സ്റ്റേറ്റ്. ഞാനാണ് ഡാൻസ് പ്ലെയർ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് കയറി കളിച്ചതേ ഉള്ളൂ. അപ്പൊ കൊറിയോഗ്രാഫിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സീരിയലിലേക്കുള്ള രംഗപ്രവേശനം അതിലൂടെയാണ്. മൂവി ചെയ്തിട്ട് മൂവി പറഞ്ഞ റിലീസായിരുന്നു. മൂവി അരിക്ക് ഫിലിം ഫെഡറേഷന്റെ. ഇപ്പൊ ഇനി അടുത്തൊരു റിലീസ് ഉണ്ട്. പുതിയ വർക്കൊക്കെ ഉണ്ട്, വരുന്നു. ഇനി വീണ്ടും അടുത്ത കാണലും പറയാം. ഫാമിലിയൊക്കെ എവിടെയാ? തൃശ്ശൂര്. അവിടെ ഇവിടെ സീരിയൽ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രം വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയാമോ? ട്രിവാൻഡ്രത്തോ? എനിക്ക് അങ്ങനെ ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളല്ല ഞാന്. സത്യമായിട്ടും എനിക്ക് മീൻസ് ഈ നോണില് അങ്ങനെ മീൻസ് എല്ലാവർക്കും ഇഷ്ടം ബിരിയാണി അത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. സ്വന്തമായിട്ട് കുക്ക് ചെയ്യും. പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാറില്ല. സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് ലൊക്കേഷനിൽ കൊണ്ടുപോകാനാണ്. പ്രൊഡക്ഷൻ ഫുഡ് ചപ്പാത്തിയും കുറവാണ്. ഒരു വട്ടം ഫുഡ് പോയിസൺ അടിച്ച പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യും, കൊണ്ടുപോകും. അഞ്ജലി റീസെന്റ് നമ്മുടെ ആത്മയുടെ അവാർഡിന് വന്നപ്പോഴേ കൂടെ അപ്പൊ ആ വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു, കണ്ടായിരുന്നു? പിന്നെ നിങ്ങളുണ്ടായിരുന്നു അവിടെ അന്നെന്തോ മീൻസ് അവരുടെ എന്തോ യൂട്യൂബ് ചാനൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ വെളിയിലായതുകൊണ്ട് അങ്ങനെ ആരും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പൊക്കോട്ടെ. താങ്ക് യു. ബൈ.